കോഴിക്കോട് പേരാമ്പ്രയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തഖ്ലിയക്കെതിരെ വിദ്വേഷ പ്രചാരണം നടത്തിയെന്ന UDF പരാതിയിൽ കേസെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇതുവരെ പരാതിയിൽ കേസെടുത്തില്ലെന്നാണ് സ്ഥാനാർത്ഥി ഫാത്തിമ തഖ്ലിയ 24-നോട് പറഞ്ഞത്. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമുണ്ട്. അത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ FIR ഇട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. UDF പിടിക്കും. ഭൂരിപക്ഷത്തിൻ്റെ കാര്യം അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് ഈ നാട്ടിലെ വോട്ടർമാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഞങ്ങൾ ഈ മണ്ഡലം യഥാർത്ഥത്തിൽ ഞങ്ങളെ മണ്ഡലമാണ്. അത് വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാനിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് വിവരങ്ങൾ നൽകും. വർഷ, അപ്ഡേറ്റ്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ പേരാമ്പ്രയിൽ ഈ വിദ്വേഷ പ്രചരണ വിഷയം കത്തുകയാണ്. നമുക്കറിയാം LDF-നെ സംബന്ധിച്ച് അവരുടെ ഉറച്ച സീറ്റാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു അവസാന നിമിഷത്തിൽ ഇത്തരം ഒരു പ്രചരണം വരുമ്പോൾ അത് LDF-ന് വലിയ ഭീഷണിയാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. അതേസമയം UDF നൽകിയ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തില്ല എന്നുള്ളത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. പേരാമ്പ്ര പോലീസിലാണ് UDF നേതൃത്വം പരാതി നൽകിയത്. അത് മേപ്പയൂർ സ്റ്റേഷൻ പരിധിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും അതിൽ FIR ഇട്ടിട്ടില്ല എന്നാണ് സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഖ്ലിയ തന്നെ പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി ഉയർത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് KSU DGP-ക്കും നേരിട്ട് പരാതി നൽകിയിരുന്നു. ഇതിലൊന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് KSU-ന്റെയും UDF-ന്റെയും പ്രധാന ആരോപണം. മറ്റൊരു കാര്യം, UDF ജില്ലാ ഭരണകൂടത്തിന് നൽകിയ ആ ഒരു പരാതിയിൽ LDF-നോട് വിശദീകരണം തേടിയെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും UDF പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പേരാമ്പ്രയിൽ ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. കാരണം അത്ര വലിയൊരു പ്രചരണമാണ് തങ്ങൾക്കെതിരെ നടത്തിയത് എന്നാണ് UDF പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ തവണ വടകരയിലുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, അതിലും വലിയ ഭീകരമായൊരു സംഭവമാണ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഫാത്തിമ തഖ്ലിയ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പേരാമ്പ്രയിലെ വോട്ടർമാർ തിരിച്ചറിയുമെന്നും തങ്ങളെ കൂടെ UDF-ന്റെ കൂടെ പേരാമ്പ്ര നിൽക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഫാത്തിമ തഖ്ലിയ ഉറച്ചു പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം തെരഞ്ഞെടുപ്പ് ആയുധമായി തന്നെ മാറുകയാണ്. ഈ പേരാമ്പ്രയിൽ മാത്രമല്ല, സംസ്ഥാനം ഒട്ടാകെ തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ്. ഇതെങ്ങനെ ഈ സമയത്ത് അവസാന നിമിഷത്തിൽ LDF ഇതിനെ നേരിടുമെന്നാണ് അറിയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് LDF കൺവീനറും പേരാമ്പ്രയിലെ LDF സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണനോട് ചോദിക്കുമ്പോൾ തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, തങ്ങളുടെ അറിവോടെയല്ല നടന്നതെന്നുള്ള കാര്യമാണ് വ്യക്തമായി പറയുന്നത്. പക്ഷേ അപ്പോഴും ഫാത്തിമ തഖ്ലിയ കൃത്യമായ ദൃശ്യങ്ങളോട് കൂടിയാണ്, തെളിവുകളോട് കൂടിയാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കും ഈ UDF-ന്റെ ഈ ഒരു ആരോപണത്തെ LDF നേരിടുക എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.